സർ, നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയതോടെ സർക്കാർ യഥാർത്ഥത്തിൽ വെട്ടിലായിട്ടുണ്ടോ? ഈ CBI അന്വേഷണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ CBI അന്വേഷണത്തിനുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വരാതിരിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണോ ഇപ്പോൾ സർക്കാർ? അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. കാര്യം ഇത് വളരെ ഈ സർക്കാർ വെട്ടിലായേക്കാണ്. കാരണം കുറേ നാൾ പറഞ്ഞുകൊണ്ട് നടന്നു ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് ഈ പാർട്ടിക്കാരും അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിമാരും ബഹുമാന്യനായ സ്പീക്കറും മുഖ്യമന്ത്രി എല്ലാം പോയി പറഞ്ഞു ഞങ്ങളുടെ ഒപ്പമാണ്, നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ദിവ്യ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ പോയി കെട്ടിപ്പിടിക്കുന്ന ആരൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെയാണ് അതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ അവരുടെ ആളുകൾ, അതെൻ്റെ ഭാര്യ, ഒരാളുടെ ഭാര്യ ഒക്കെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ കണ്ടു. അപ്പം ആരോടൊപ്പമാണെന്നുള്ളതിനെ കുറിച്ചൊരു സംശയം വന്നു. ഇവിടെ വന്ന് നവീൻ ബാബുവിൻ്റെ മൃതദേഹം ദഹിപ്പിക്കാനായിട്ട് കൂട്ടുവന്ന ആളുണ്ട് കേട്ടോ, വലിയ രാഷ്ട്രീയ നേതാവാണ്. ആ നേതാവ് അയാൾ അവസാനം പറഞ്ഞത് എന്താണെന്നറിയോ, നവീൻ ബാബു കൈക്കൂലിക്കാരനാണോ അല്ലയോ എന്നുള്ളതിൽ രണ്ട് പക്ഷമുണ്ട്, അത് അന്വേഷിക്കേണ്ടതാണ് എന്നാണ്. അതുവരെ കൂടെ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതൊക്കെ കത്തിച്ച് റെഡിയാക്കിയിട്ട് തിരിച്ചു പോയിട്ട് പറഞ്ഞ വർത്തമാനമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അത് പാർട്ടി നേതൃത്വമൊക്കെ അത് ഏറ്റെടുക്കുകയാണ് അവിടെ ആ രീതിയിൽ. കാരണം ഇത് എന്ന് വെച്ചാൽ ഈ നവീൻ ബാബു ഒരു വലിയ കുഴപ്പക്കാരനായിരുന്നു, അഴിമതിക്കാരനായിരുന്നു എന്നൊന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രത നമ്മൾ അവിടെ കാണുന്നു എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ CBI അന്വേഷണം, അതിനെക്കുറിച്ച് ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ, എന്താന്ന് എല്ലാ കേസും CBIക്ക് വിടണമെന്നൊന്നും ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇത് CBIക്ക് വിടാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ CBIക്ക് വിടുന്നത് പരസ്യമായിട്ട് എതിർക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാവരുടെ അടുത്തും പറയാൻ. കാര്യം നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആവശ്യം CBIക്ക് വിടണമെന്നാണ്. അതിന് എതിർക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരും. പക്ഷേ അതൊന്നും അല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവരുടെ തന്നെ വലിയ എതിർപ്പില്ലാതെ കോടതി ഇത് എങ്ങനെ അയക്കാതിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഇപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു, ഒരു പരാതിയില്ല, ആരെയും ക്വസ്റ്റ്യൻ ചെയ്യില്ല, ഇന്നാരെ ചെയ്തില്ല എന്നൊക്കെ പറയുന്നു. അവരുടെയൊക്കെ മൊഴിയൊക്കെ എളുപ്പം ഓടിപ്പോയി പിന്നെ ജീവൻ കളഞ്ഞാണ് ഇപ്പോൾ കളക്ടറുടെ മൊഴിയൊക്കെ രണ്ടാമത് എടുക്കുന്നത്, റെക്കോർഡ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഒന്ന് കാണിക്കുക കോടതിയെ. കാരണം ഇൻവെസ്റ്റിഗേഷൻ ശരിയായിട്ട് നടക്കുന്നു. ഇതുവരെ അതൊന്നും ചെയ്യാതിരുന്നതാണ്. ഇപ്പം ഈ കോടതി റെക്കോർഡ് ചോദിച്ചു ഇതിൻ്റെ, അതായത് കേസ് റെക്കോർഡ്, കേസ് ഡയറി CD ഹാജരാക്കാൻ പറഞ്ഞു കഴിഞ്ഞു. കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കേസ് ഡയറി നോക്കുമ്പോൾ കോടതി തീരുമാനിക്കും, നോക്കിയിട്ട് നല്ല രീതിയിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി നടക്കും. ശുഷ്കാന്തി വന്നതെന്നാ 2 ദിവസം മുമ്പ് പോലാണ്. അത് കോടതിക്ക് മനസ്സിലാവും. പൊട്ടന്മാരൊന്നുമല്ല ഹൈക്കോടതി ഇരിക്കുന്നത്, ആദ്യം അത് മനസ്സിലാക്കണം. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെന്താണെന്ന്. അപ്പോൾ ഇപ്പം അങ്ങ് ഭയങ്കര ശുഷ്കാന്തിയാണ്, ഓടി പരക്കം പാഞ്ഞ് നടക്കുക, ആളുകളെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുക, മറ്റേത് ചെയ്ത അവസാനം എല്ലാം കഴിഞ്ഞ് വെള്ളം പൂശി ഇത് ദിവ്യയുടെ മുമ്പ് തന്നെയാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്ന് പറഞ്ഞൊരു ചാർജ് കൊടുക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിന് മുമ്പേ മിക്കവാറും കൊടുക്കും ഈ കോടതി വരുമ്പോൾ. അപ്പം അതങ്ങോട്ട് അന്വേഷണമൊക്കെ കഴിഞ്ഞു. ഇനി അന്വേഷണത്തിൽ എന്താ പ്രശ്നം? അന്വേഷണം കഴിഞ്ഞു, യാതൊരു കുഴപ്പമില്ല, എല്ലാം റെഡി, നീറ്റാണ്. ഇനി ഇത് കൊലപാതകമാണോ ആത്മഹത്യ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ധാരണയെ അവർക്കില്ല, പോലീസിനില്ല. ഇത് ആത്മഹത്യയാണെന്ന് അവരങ്ങ് ഉറപ്പിച്ചു. അത് ഉറപ്പിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹാങ്ങിങ് എന്ന് പറയുന്നത് സൂയിസൈഡൽ ഹാങ്ങിങ്ങും ഉണ്ട്, ഹോമിസൈഡൽ ഹാങ്ങിങ്ങും ഉണ്ട്. അതായത് എടുത്ത് കെട്ടിത്തൂക്കിയതാണെങ്കിൽ ഇത് അതിന് മരിച്ചതിൻ്റെ ലക്ഷണങ്ങൾ തന്നെ കാണും, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം, ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ വളരെ ധൃതി പിടിച്ച് അവർക്ക് വേണ്ടപ്പെട്ട ഒരു ആശുപത്രി നടത്തി റെഡിയാക്കി എടുത്തു. എന്നിട്ട് ഈ ബോഡി കൊണ്ട് കത്തിക്കുകയും ചെയ്തു. ഇതാണ് പറ്റിയത്. അപ്പോൾ ഇപ്പം പരക്കം പാഞ്ഞ നടക്കുന്നത് എങ്ങനെ അന്വേഷണം, CBIയുടെ അന്വേഷണം ഇല്ലാതെ വേണ്ട ആവശ്യമില്ലല്ലോ, ഒന്ന് ഹൈക്കോടതി കൊണ്ട് പറയിപ്പിക്കണം. അല്ലാതെ ഇവര് തർക്കിക്കേണ്ട കാര്യമില്ല. കാരണം CBI പോലീസ് നന്നായിട്ട് അന്വേഷിച്ചെന്ന് ഇവർ പറയും. CBIക്ക് വിടുന്നതിന് ഞങ്ങൾക്ക് എതിരില്ലെന്ന് പറയത്തില്ല, എതിരുണ്ടെന്നും പറയത്തില്ല. അതിനുള്ള ഒരുക്കമാണ് ആളുകളുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, അല്ലാതെ മറ്റൊന്നും അല്ല നടക്കാൻ പോകുന്നത്. സാർ, അതുകൊണ്ടാണോ ഈ SITയുടെ പരക്കം പാച്ചിൽ? കാരണം
നവീൻ ബാബുവിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് പോലും നൽകാതെയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം കളക്ടറുടെ മൊഴിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ അന്വേഷണത്തിലെ പൊരുത്തക്കേടുകളെല്ലാം മറയ്ക്കാനുള്ള ഒരു ശ്രമം കൂടി അന്വേഷണ സംഘം നടത്തുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, ഇത് എത്രയേ ഉള്ളൂ. കാരണം ഈ നമ്മളത് തിരിച്ചറിയേണ്ട കാര്യം, നവീൻ ബാബുവിന്റെ ഫോൺ നേരെ കോടതി ഹാജരാക്കിയെന്നിരിക്കട്ടെ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം കോടതി ഇന്ന് ഫോറൻസിക് ഇതിലേക്ക് അയക്കാം, ഫോർവേഡ് ചെയ്യാം. കാരണം ഇവിടെ കൊടുത്തതിന് ശേഷം കോടതി ഇന്ന് ഫോർവേഡ് ചെയ്യിപ്പിക്കാം. പക്ഷേ അത് ഇൻവെസ്റ്റിഗേഷന് വേണമായിരുന്നെങ്കിൽ എവരി ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ആ ഇൻവെസ്റ്റിഗേഷൻ മെഷീനറിക്ക് ഇത് പരിശോധിപ്പിക്കാമായിരുന്നു. ഇത് പരിശോധിപ്പിച്ചതിന് ശേഷം അതിന്റെ ബേസിസിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അതില്ല. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്തുന്നതിന് മുമ്പ് ഇത് എടുത്ത് വാങ്ങിച്ചങ്ങ് കൊടുത്തു. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റും. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമായിരുന്നെങ്കിൽ, പ്രോപ്പറായിട്ട് വേണമായിരുന്നെങ്കിൽ ഈ ഫോൺ പരിശോധനയ്ക്ക് ഇവർക്ക് തന്നെ കൊടുത്ത് അതിനകത്തുനിന്ന് ഉള്ള മെറ്റീരിയൽ കളക്ട് ചെയ്തതിന് ശേഷം ആ ലൈനിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താമായിരുന്നു. അത് ചെയ്തില്ല. ഇതാണ് പ്രശ്നം. അതൊന്നുമില്ലാതെ ഇതങ്ങ് കൊടുക്കുകയാണ്. ഇതങ്ങ് കൊടുത്ത് കാര്യം തീർന്നു. അത് മതി അവർക്ക്, ഒരു പ്രശ്നവുമില്ല. കാരണം അത് ആ രീതി. ഇനി ഇതുപോലെ തന്നെ കളക്ടർ രണ്ടാമത് ക്വസ്റ്റ്യൻ ചെയ്തു. പെട്ടെന്ന് ഇതെല്ലാം വളരെ പെട്ടെന്നാണ്, സ്പീഡിയായിട്ട് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരക്കം പാച്ചിൽ എന്ന് പറയുന്നത് ടു മേക്ക് ഇറ്റ് അപ്പിയർ ദാറ്റ് സംതിങ് ഈസ് ബീങ് ഡൺ ബൈ ദം. അത്രയേ ഉള്ളൂ. ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, വലിയ മരമറിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. SIT ആണ്. SIT എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണോ അതോ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണോ SPG ആണോ എന്നുള്ളതിന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, നവീൻ ബാബുവിന്റെ കുടുംബം ഇത്ര പെട്ടെന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് SITയോ അല്ലെങ്കിൽ സർക്കാരോ കരുതിയിട്ടില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ, അല്ലേ? കാരണം ഹൈക്കോടതി കേസ് ഡയറി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് അന്വേഷണ സംഘം ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തീകരിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇത്ര നാൾ എന്ത് ചെയ്യുകയായിരുന്നു ഈ അന്വേഷണ സംഘം എന്ന ചോദ്യവും ഉയരുന്നില്ലേ? അതന്നെ, ഇവര് പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ പറയുക, ഈ നവീൻ ബാബുവിന്റെ കുടുംബം എന്ന് പറയുന്നവരെല്ലാം അവര് മിക്കവാറും ആളുകളെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയിൽ അവരുടെ വലിയ സപ്പോർട്ടേഴ്സാണ്, അവരുടെ അനുഭാവികളാണ് എല്ലാം. അങ്ങനെ വന്നപ്പോൾ ഇവർ ഒരിക്കലും ഈ ഗവൺമെന്റിനെതിരെ, അതായത് ഗവൺമെന്റ് അന്വേഷണം പോരാ, ഇപ്പം നടക്കുന്ന അന്വേഷണം പോരാ എന്ന് പറയും എന്ന് ഇവർ വിചാരിച്ചില്ല. അങ്ങേയറ്റം ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇതെങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യും. CBI അന്വേഷണം ഇത്ര പെട്ടെന്ന് ചോദിക്കും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടായിരിക്കത്തില്ല. അതായിരിക്കും കാര്യം. അങ്ങനെ പതുക്കെ ഇത് മാത്രമല്ല, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസിനകത്ത് ഈ അന്വേഷണം, ദ്രുതഗതിയിലുള്ള അന്വേഷണം നല്ല കറക്റ്റായിട്ട് നല്ല ലൈനിൽ നടത്തുന്നതിന് പകരം വളരെ അവധാനതയോടുകൂടി വളരെ സമാധാനമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി അവിടെ ഒരു സാക്ഷി എന്തെങ്കിലും ചോദിച്ചു, വേറെടുത്ത് വല്ലയിടത്തും ഒക്കെ ഒന്ന് ചോദിച്ചു, ഈ രീതിയിൽ ഇങ്ങനെ പതുക്കെ എഴിഞ്ഞ് പോയി ആറിയ കഞ്ഞി പഴങ്കഞ്ഞി ആക്കുക എന്നുള്ള രീതിയിൽ പോകാനുള്ള ഒരു ഒരുക്കമായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഹൈക്കോടതിയിൽ ഇതങ്ങോട്ട് വരുന്നു, ഈ കേസ് വരുന്നു, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഹർജി വരുന്നു. ഇതങ്ങോട്ട് വന്ന ഉടനെ കോടതി അത് കേട്ടിട്ട് അത് CD ചോദിക്കുന്നു. CD ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ മനസ്സിലായി ഇത് പ്രശ്നമാകുമെന്ന്. കാരണം ഇതുവരെ നിങ്ങൾ എന്തോ ചെയ്തു എന്നുള്ളത് സാധാരണ ഒരു കോടതി ചോദിക്കാറുണ്ട്. കാരണം ഇത് കണ്ടിട്ട് നിങ്ങൾ ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ നിങ്ങൾ എന്ത് ചെയ്തു? ഉടനെ ഇവർ പറയാതെ ഇലക്ഷൻ ആയിരുന്നു, അങ്ങനെ ഇല്ല, ജോലിഭാരം, അത് ജോലിഭാരം ഒന്നുമല്ല, ഒരു ADM ആണ് ഇവിടെ മരണമെന്ന്, അതായത് അൺനാച്ചുറൽ ഡെത്ത് ഉണ്ടായത് ഒരു ADM-നാണ്. അത് ആത്മഹത്യ എന്ന് ഞാൻ പറയുന്നില്ല, അത് ആത്മഹത്യയോ കൊലപാതകമാകാം. അതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ ഇത്രയും നാൾ അന്വേഷിക്കാതെ ഇപ്പൊ കിടന്ന് ഓടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ഇത് കാണിച്ചു കൊടുക്കണം. എല്ലാ അന്വേഷണമൊക്കെ നടത്തി എല്ലാം ആയി, ഇനി ഒരു കുഴപ്പമില്ല, അത് വെറും സൂയിസൈഡാണ് എന്നൊക്കെ പറയണം. അപ്പോൾ അവർക്ക് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് മെഷീനറിക്ക് പറയാവുന്നത് കണ്ടോ, സൂയിസൈഡൽ ഹാങ്ങിങ്ങിന്റെ കാര്യങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന് മുമ്പുണ്ടായ, അതായത് ഇൻക്വസ്റ്റ്, ആ ഇൻക്വസ്റ്റിനകത്ത് ബന്ധുക്കളെ, അതായത് രക്തബന്ധുക്കളെ നിർബന്ധമായിട്ട് ചോദ്യം ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അവരുടെ മൊഴിയെടുക്കണം. ആര് ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഇവരെല്ലാം ഉണ്ടല്ലോ, ആരുടെയെങ്കിലും മൊഴി രേഖപ്പെടുത്തി ഇൻക്വസ്റ്റിൽ ഇല്ല. ഇൻക്വസ്റ്റിൽ ധൃതി പിടിച്ച് അങ്ങ് ഇൻക്വസ്റ്റ് നടത്തി, അവിടെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു. ഇനി ഈ കൈയുടെ, അതായത് അദ്ദേഹത്തിന്റെ പാമിൽ നിന്നുള്ള
ഈ പാമിൽ നിന്നുള്ള ഫൈബർ കളക്ട് ചെയ്യണം. അത് സെല്ലോഫൈൻ ടൈപ്പ്. നമ്മൾ വിചാരിക്കും ഏതെങ്കിലും കയർ ഉപയോഗിച്ച്, അപ്പോൾ പ്ലാസ്റ്റിക് കയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കയർ ഉപയോഗിച്ച് തൂങ്ങാനായിട്ടോ അല്ലെങ്കിൽ തുണി അതിൽ തൂങ്ങാനോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കയറിൽ നിന്നൊക്കെ എങ്ങനെ ഫൈബർ വരുമെന്ന് തോന്നും. ഫൈബർ ഉണ്ട്, അതാ മനസ്സിലാക്കണ്ടേ. അത് ദൈവത്തിൻ്റെ കളിയാണ്. സെല്ലോഫൈൻ ടൈപ്പ് വെച്ച് ഈ പാമിൽ നിന്ന് ഇത് കളക്ട് ചെയ്തിരിക്കണം. ഇവരത് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ഫോറൻസിക് എക്സാമിനേഷൻ ഒന്നും നടത്തിയിട്ടില്ല. ഒന്നും നടത്താതെ ഈ ബോഡി ധൃതി കൊണ്ട് പേടിച്ച് അഴിച്ച് താഴെ ഇറക്കി റെഡിയാക്കി അതിൻ്റെ ലൈഗേച്ചർ പോലും ഇല്ലാതാണ് നേരെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയേക്കുന്നത്. ആ ഇൻക്വസ്റ്റും ശരിയല്ല, പോസ്റ്റ്മോർട്ടവും ശരിയല്ല, പറയാവുന്ന കാര്യമാണ്. ഇതെല്ലാം ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ്. ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ. അതില്ല എന്ന് കാണിക്കാൻ, അങ്ങനെ ഇല്ല ഞങ്ങളിപ്പോൾ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കാനുള്ള ഒരു വൃഥാശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നേ എനിക്ക് പറയാം. സാറേ, ഈ മരണം സംഭവിച്ച അന്നു മുതൽ CPM-ഉം അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് എന്നാണ്. നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അന്ന് പറഞ്ഞതും എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ്. പക്ഷേ മഞ്ജുഷ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഇവിടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് CBI അന്വേഷണം വേണ്ട എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പിന്നീട് അദ്ദേഹം തിരുത്തി. എങ്കിലും CBI അന്വേഷണം വേണ്ട, CBI കൂട്ടിലടച്ച തത്തയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ കേസുകളിലും ഇങ്ങനെ CBI കൂട്ടിലടച്ച തത്തയാണോ? കേന്ദ്ര ഏജൻസി അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലേ? അത് ഒരിക്കൽ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഒരു വിമർശനം ഉണ്ടായിട്ടുള്ളതാണ്. CBI ഒരു കൂട്ടിലടച്ച തത്തയാണോ എന്ന് ചോദിച്ചു. അത് ശരിയാണ്. അതായത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് അവരുടെ കീഴിലാണല്ലോ CBI. ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഇതിലാണ് CBI വരുന്നത്. അതായത് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ്, ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ എതിരെയുള്ള ചില അന്വേഷണങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ചിലപ്പോൾ താമസിപ്പിക്കും. കാരണം അത് അവരുടെ മാസ്റ്ററായി. ഇവിടുത്തെ കേരള പോലീസ് ചെയ്യുന്നത് തന്നെ അവിടെയും ചെയ്യുന്നത് ചിലപ്പോൾ. പക്ഷെ ഇതിനകത്ത് CBI കൂട്ടിലടച്ച തെറ്റാവുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? CBI അന്വേഷിച്ചത് ശരിയാകത്തില്ല. കേരള പോലീസ് തന്നെ അന്വേഷിക്കണം. ഞങ്ങളുടെ പോലീസ്, ഞങ്ങൾ ഒരാളെ കൊല്ലുന്നു, ഞങ്ങളുടെ പോലീസ് അന്വേഷിക്കണം എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇത് ഇവരുടെ പോലീസ് തന്നെ അന്വേഷിക്കണം. CBI അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല വിവരങ്ങൾ വെളിയിലായാലും അതാണ് പ്രശ്നം. അങ്ങനെയുള്ള ഭയപ്പാടോടുകൂടി പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇങ്ങനെ പുലമ്പുന്നു ഒന്നും ചെവിക്കൊള്ളരുത് ആരും. അതാ വേണ്ടത്. കാരണം ഇത് CBI കൂട്ടിലടച്ചാണ്. ശരിയാണ്, പല കാര്യങ്ങളിലും കൂട്ടിലടച്ചാണ്. എൻഫോഴ്സ്മെന്റ് അങ്ങനല്ലേ, ED കൂട്ടിലടച്ചതല്ലേ, അങ്ങനെയൊക്കെ വരും. അത് ഒരു ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു മെഷീനറിക്ക് അങ്ങനെ വരും. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഇത് ഇമ്പാർഷ്യലായിട്ടുള്ള മെഷീനറി എന്ന് പറയുന്നത് ഇവിടെ CBI ആണ്. കാരണം ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവാണ് ഈ കേസിലെ പ്രതിയായിട്ട് സംശയിക്കുന്ന ആൾ. അത് കൂടാതെ ഈ ഗവൺമെന്റിൽ തന്നെ കളക്ടർ, ജില്ലാ കളക്ടർ ഉണ്ട്. അതേപോലെ തന്നെ ഈ പാർട്ടി അനുഭാവിയായിട്ടുള്ള പ്രശാന്തൻ എന്ന് പറയുന്ന ആള് കള്ളത്തരം എല്ലാം മുഴുവൻ കാണിച്ചു വെച്ചേക്കാണ്. അതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇതിൽ പ്രതികൾ. ഇനി ഇതിനെ കൂടുള്ള എത്ര പേരുണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷണത്തിൽ നിന്നേ മനസ്സിലാവും. പക്ഷെ ആ അന്വേഷണം എല്ലാം വഴിമുട്ടും. അത് ഇവർക്ക് ഇവിടുത്തെ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് ശരിയാക്കി ഈ പ്രശാന്തിനെയൊക്കെ വെള്ളപൂശിയെടുക്കണം. കാരണം പ്രശാന്തിനെയൊക്കെ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഇത് വലിയ തലങ്ങളിലേക്ക് പോകും. കാരണം ഇതിൻ്റെ പുറകിൽ ഇത് മാത്രമൊന്നുമല്ല. പിന്നെ ഇത് മാത്രമാണോ, ഈ പെട്രോൾ ബങ്കിൻ്റെ ഇഷ്യൂ മാത്രമാണോ ഈ മരണത്തിലേക്ക്, അതായത് ഈ അൺനാച്ചുറൽ ഡെത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് വളരെ സംശയാസ്പദമാണ്. ഇത് വേറെ വലിയ കാര്യങ്ങൾ ചിലപ്പോൾ ഇതിന് പുറകെ വേറെയും കാണും. പെട്രോൾ ബങ്ക് എന്ന് പറയുന്നത് ഒരു വലിയ സംരംഭമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിനുമൊക്കെ മുകളിൽ ഉള്ള വേറെ ഇടപാടുകൾ ഈ നവീൻ ബാബുവിനോടുള്ള വൈരാഗ്യത്തിന് ഉള്ള കാരണമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണം. അതാ വേണ്ടത്. അല്ലാതെ ഇതുപോലെ ഇത് അദ്ദേഹം ഇത് എഴുതി കൊടുത്തതാണ്, ഈ NOC കൊടുത്ത ആണ്. ആ NOC കൊടുത്തത് അതും വാങ്ങിച്ചു വെച്ചുകൊണ്ട് അതിന് മാത്രമായിട്ട് ഇതിന് ഇറങ്ങുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. പിന്നെ ഒരാള് ഇപ്പോൾ ചോദിച്ച മാതിരി കാസർഗോഡ് എന്നുള്ള ഒരാളെ എന്നെ വിളിച്ച് ഏഷ്യാനെറ്റിലെ ചർച്ച ഞാൻ നടത്തി കഴിഞ്ഞപ്പോൾ വിളിച്ചു, സാർ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ചോദിച്ചു എന്താണ്? അല്ല അത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ കാര്യം പറയാം. ഞാൻ അന്നേരം 2 ദിവസത്തിനകം നിങ്ങൾക്ക് വ്യക്തമാവും, ബോധ്യമാവും, നിങ്ങളെ കാണിച്ചുതരാം എന്ന് പറഞ്ഞില്ലേ? ആ കാണിച്ചെന്ന് എന്താണെന്ന് സാറിന് അറിയാവൂ? ഞാൻ ചോദിച്ചു എന്താ, ഇതുവരെ ഒന്നും കാണിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു അല്ല സാർ കാണിച്ചു, നവീൻ ബാബുവിൻ്റെ മരണം അതാണ് കാണുമെന്ന് പറഞ്ഞതെന്നാണ്
അയാൾ പറഞ്ഞത് സത്യത്തിൽ ആ പറഞ്ഞ കാര്യത്തിനകത്ത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുകയാണ്. അതും ആലോചിക്കണം. സാർ, ഈ കളക്ടറുടെ റോള് നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ചത് മുതൽ തന്നെ സംശയനിഴലിലാണ്. ഇപ്പോഴും കളക്ടറുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ ഉയർന്നു വരുന്നുമുണ്ട്, അദ്ദേഹം മൊഴി മാറ്റിയത് ഉൾപ്പെടെ. അപ്പോൾ കളക്ടറുടെ റോൾ എന്താണ് ഇക്കാര്യത്തിൽ എന്നത് ഇനിയും വ്യക്തത വന്നിട്ടില്ല. അതിലൊരു വ്യക്തത ഉണ്ടാവാൻ CBI തന്നെ വരണമോ? ഉറപ്പായിട്ട് വേണം. ഇവിടുത്തെ ലോക്കൽ പോലീസ്, ഇവിടുത്തെ കേരള പോലീസ്, ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒന്നും ഈ കളക്ടറുടെ റോളിനെ കുറിച്ച് അവർ അന്വേഷിക്കത്തില്ല, അന്വേഷിക്കാൻ പറ്റത്തില്ല അവർക്ക്. അതാ കാര്യം. ഇനി അതിന് നിർബന്ധമായിട്ട് CBI തന്നെ വരണം. കാര്യം അതുവരെ, അതായത് ഈ മൊഴി കൊടുക്കുന്നത് വരെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്നറിയാവോ? സംശുദ്ധമായ പ്രവർത്തനം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ്, നടത്തിക്കൊണ്ടിരുന്ന ആളാണ് നവീൻ ബാബു എന്നാണ്. ഒരു കുഴപ്പമില്ല, ഒരു പരാതി അയാളെ കുറിച്ചില്ല. പക്ഷേ ഈ പോലീസ് മൊഴി എടുത്തപ്പോൾ രഹസ്യമായിട്ട്, കാരണം ഈ പോലീസിന്റെ കൊടുക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഒപ്പിട്ട് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല, ഒപ്പിടണ്ട ആ സ്റ്റേറ്റ്മെന്റിനകത്ത്, അതിന് എവിഡൻഷ്യറി വാല്യൂ ഇല്ല. പക്ഷേ അതിനകത്ത് അയാളുടെ സ്റ്റാൻഡ് എന്താണെന്ന് മനസ്സിലാവും. അതിനകത്ത് പറഞ്ഞേ, അയാളുടെ ചേംബറിൽ വന്നിട്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞ് അയാൾ കൺഫ്യൂസ് ചെയ്തെന്നായി പറയുന്നത്. മനസ്സിലായല്ലേ? ഇതിനകത്ത് അയാൾ കുഴപ്പം കാണിച്ചു എന്നുള്ളതാണ് അയാൾ അഡ്മിറ്റ് ചെയ്തെന്നാണ് ഇയാൾ പറയുന്നത്. ആ പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇയാൾ കള്ളനാന്ന് മനസ്സിലാക്കണം. അത്രയും കള്ളത്തരം വിളിച്ചു പറയുമ്പോൾ അയാളെ കൺഫ്രണ്ട് ചെയ്യണം. നിങ്ങൾ ഇന്നാൾ പറഞ്ഞ എന്താണ്, ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെ ചോദിക്കണമെങ്കിൽ CBI വരണം. അല്ല ഇവിടുത്തെ കേരള പോലീസിന് ഇത് ചോദിക്കാൻ ഒക്കത്തില്ല, നീ പോടാവില്ലേ എന്ന് ഇയാൾ പറയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ CBI തന്നെ വരണം. അല്ലെങ്കിൽ ഈ കളക്ടറുടെ ഇതിനകത്തുള്ള റോളുണ്ടല്ലോ, അതൊന്നും വെളി വരുത്തില്ല. അത് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. സാർ, നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത് എന്ന് സാർ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ മുൻപുള്ള ഒരു വീഡിയോയിൽ സാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം നടത്തിയതുപോലെയല്ല നവീൻ ബാബുവിന്റെ ബോഡി കണ്ടത് എന്നാണ്. നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ അത് കണ്ടതാണ്, അദ്ദേഹത്തിന്റെ മൃതദേഹം എങ്ങനെയാണ് സംസ്കാരത്തിന് മുമ്പ് കൊണ്ടുവച്ചത് എന്ന്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം നവീൻ ബാബുവിന്റെ മൃതദേഹത്തിൽ നടത്തിയിട്ടില്ല എന്ന് വേണമോ കരുതാൻ? ഒപ്പം തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയത് കൊണ്ട് മാത്രം ഇതിൽ വീഴ്ച സംഭവിച്ചോ? നവീൻ ബാബുവിന്റെ കുടുംബം ഒരു റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ആരോ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു തിരക്കഥയുണ്ടായിരുന്നു ബോഡി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിച്ച് അത് ദഹിപ്പിക്കാൻ? ഞാനത് സംശയിക്കുന്നത് ശരിയായിട്ടും. കാരണം എത്രയും പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഇത് അവിടെ കൊണ്ടുപോയി കത്തിച്ച് ചാമ്പലാക്കാനായിട്ട് കാത്തു നിന്നിട്ട് തിരിച്ചു പോയിട്ട് പറഞ്ഞ ആ വാചകങ്ങളുണ്ട് ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, അവരുടെ എല്ലാം ആ റൂളുകളെല്ലാം സംശയാസ്പദമാണ്. ആ രീതി ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം ശരിയായി നടന്നു എന്നൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ദിവ്യയുടെ ഭർത്താവ് ആ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആളും അവിടെ തന്നെ ജോലി ചെയ്യുന്നത്. ഇതിന് ഇത്രയും ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ അവിടെ ഉള്ളപ്പോൾ ആ ആശുപത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണോ എന്ന് ഞാൻ മനസ്സിലാക്കിയത് ബന്ധുക്കൾ ചോദിച്ചു എന്നാണ് കളക്ടറോട്. അവർക്കത് വിശ്വാസമില്ല, വേറെ ഒന്നും നടത്തണം. അപ്പം കളക്ടർ വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു, അങ്ങനല്ല, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് ഇവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ആ പോസ്റ്റ്മോർട്ടം അവിടെ തന്നെ നടന്നത്. വളരെ ധൃതി പിടിച്ചാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ കൊണ്ടുവന്നിട്ട് ഈ മൃതദേഹം ദഹിപ്പിക്കുകയായിരുന്നു. ഇതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? ഈ പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും തകരാറുണ്ടായോ, അല്ലെങ്കിൽ ഒരു റീപോസ്റ്റ്മോർട്ടം വേണോ എന്ന് പോലും ഇനി ചിന്തിക്കാൻ ഒരു മാർഗമില്ലാതായി. അതാണ് പ്രശ്നം. കോർപ്പസ് ഡെലിക്റ്റി, അതായത് ഈ പറയുന്ന ഈ മൃത ഇല്ലാതായി. അതാണ് കാര്യം. അതില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. റീപോസ്റ്റ്മോർട്ടം നടക്കുന്നില്ല. ശരിയായ രീതിയിൽ റീപോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നെങ്കിൽ അത് വേറെ സ്ട്രാങ്കുലേഷൻ, ഇപ്പം ഇത് എഴുതിയങ്ങ് വെക്കാം, ഒബ്ലിക്കാണ് ഇത് എന്ന് പറഞ്ഞാൽ ഒബ്ലിക്ക് അല്ലായിരുന്നു ഇനി പറയാൻ ഒരു മാർഗമില്ല. ഇല്ല, ലൈഗേച്ചർ മാർക്ക് എന്ന് പറയുന്ന ഒബ്ലിക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞാൽ ഒബ്ലിക്കാന്നാണ് നമുക്ക് പറയാൻ ഒക്കുള്ളൂ. അതേ ഉള്ളൂ. ഇനി ആകെ സംശയിക്കാവുന്നത് അത് സൂയിസൈഡൽ ഹാങ്ങിങ് ആണോ ഹോമിസൈഡൽ ഹാങ്ങിങ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഏതെങ്കിലും ബോധത്തിൽ ഏതെങ്കിലും ഒരു ഇടിയങ്ങാണ് കൊടുത്ത് ബോധമില്ലാതെ ആയിപ്പോയെന്നിരിക്കട്ടെ, ഒരു അത്രത്തോളം ഒരു സെമി കോൺഷ്യസ് സ്റ്റേറ്റാണ്. എടുത്തങ്ങോട്ട് വെക്കുന്നു, കഴുത്തേലോട്ടൊരു കെട്ടിടുന്നു, കെട്ടി തൂക്കുന്നു. എന്ന് വെച്ചാൽ കെട്ടിയിട്ട് അങ്ങ് വിട്ടാൽ മതി. തൂങ്ങി മരണത്തിൻ്റെ എല്ലാ ലക്ഷണവും കാണും. മുറി തുറന്നിട്ടിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്യും?
ആ വീട് തുറന്നിട്ടേക്കാണ്, ആർക്കും കയറത്തക്കാണ്. ആരെങ്കിലും ചെയ്യുമോ? ഇത് ആത്മഹത്യ ചെയ്യുന്ന ഒരു മനുഷ്യനും അത് ചെയ്യത്തില്ല. അതൊക്കെ ഒരുപാട് വലിയ സംശയാസ്പദമായ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒരുപാട് ദുരൂഹതകൾ ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് CBI തന്നെ അന്വേഷിക്കേണ്ട മാറ്റമാണെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ കോടതി എന്താ തീരുമാനിക്കുന്നത് വെച്ചാൽ അതായിരിക്കും. ഇനിയിപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നുള്ള പേരിൽ ഈ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കും നടക്കാൻ പോകുന്നത്.